നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. രാഹുൽ ഗുപ്ത എന്ന ഇന്ത്യൻ റഫറി വഴിയെ പോകുന്നവർക്കൊക്കെ മഞ്ഞയും ചുവപ്പും കാർഡുകൾ വീശിയെറിയുന്നത് കാണാനായ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം 2-1 വിജയിച്ച് മുംബൈ സിറ്റി എഫ് സി തോൽവിയറിയാതെ കുതിപ്പ് തുടരുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ തോൽവിയറിയാത്ത കുതിപ്പിന് വിരാമം. മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകൻ്റെ കുപ്പായമണിഞ്ഞെത്തിയ പീറ്റർ ക്രാക്റ്റിക്ക് ആദ്യ വിജയം നേടാനായത് ഈ മത്സരത്തിലെങ്കിൽ ഇത് പീറ്റർ ക്രാക്റ്റി എന്ന പരിശീലകൻ്റെ ബ്രില്യൻസ് ചോദ്യ മത്സരം എന്ന് പറയാതെ വയ്യ. മത്സരത്തിൻ്റെ 13-ാം മിനിറ്റിൽ തന്നെ ഡയറക്റ്റ് റെഡ് കാർഡ് കണ്ട് ആകാശ് മിശ്രയെ നഷ്ടമായ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ 25-ാം മിനിറ്റിൽ കമ്മിൻസിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ലീഡും കണ്ടെത്തിയതോടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം അനായാസം വിജയിക്കുമെന്നാണ് തോന്നിയതെങ്കിൽ 10 പേരുമായി മുംബൈ സിറ്റി എഫ് സി കളിച്ചത് തകർപ്പൻ ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ നിരയിൽ 10 പേരും മുംബൈ സിറ്റി എഫ് സിയുടെ നിരയിൽ 11 പേരും എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു കളിയുടെ ശൈലി പിന്നീട് കണ്ടത്. ഇടവേളക്ക് പിരിയും മുന്നേ ബിപിൻ സിംഗിൻ്റെ അസിസ്റ്റിൽ ഗ്രേഗ് സ്റ്റുവാർട്ടിലൂടെ ഗോൾ കണ്ടെത്തിയ മുംബൈ സിറ്റി എഫ് സി നയം വ്യക്തമാക്കുകയും ചെയ്തെങ്കിൽ രണ്ടാം പകുതിയിലായിരുന്നു കൂടുതൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. 54-ാം മിനിറ്റിൽ ആശിഷ് റായ് ഡയറക്റ്റ് റെഡ് കാർഡിലൂടെ പുറത്തായതോടെ കളിയുടെ ചൂടേറി. സുഭാഷിഷ് ബോസിന് യെല്ലോ കാർഡ് ലഭിച്ചതിൽ പ്രതിഷേധിച്ച് റഫറി രാഹുൽ ഗുപ്തയുടെ ദേഹത്ത് തൊട്ട് പ്രതിഷേധിച്ച ലിസ്റ്റൻ കൊലാസോയ്ക്ക് റെഡ് കാർഡ്. മത്സരത്തിലെ കിടിലൻ തീരുമാനം എന്ന് തീർത്തു പറയാൻ പറ്റിയ ഒരേയൊരു നിമിഷം. കളിക്കാർക്കും റഫറിക്കും ഒക്കെ കിളിപോയ കളി തന്നെയായിരുന്നു കണ്ടത്. 73-ാം മിനിറ്റിൽ ബിപിൻ സിംഗിലൂടെ ലീഡെടുത്ത് മുംബൈ സിറ്റി എഫ് സി എന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് തൊടാൻ പറ്റാത്തത് തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചെങ്കിൽ 88-ാം മിനിറ്റിൽ രണ്ടാം മഞ്ഞക്കാർഡ് ലഭിച്ച ഗ്രേഗ് സ്റ്റുവാർട്ടിനും ചുവപ്പ് കാർഡ്. ഫൈനൽ വിസിലിന് ശേഷവും ചൂടുമാറാതെ രാഹുൽ ബേക്കയും ഹെക്ടർ യുസ്റ്റയും ഏറ്റുമുട്ടിയപ്പോൾ വീണ്ടും പിറന്നു 3 ചുവപ്പ് കാർഡുകൾ. രാഹുൽ ബേക്കെ, യുസ്റ്റെ, വിക്രം പ്രതാപ് സിംഗ് എന്നിവരായിരുന്നു ഇരകളെങ്കിൽ ഇതോടെ കാര്യങ്ങൾ ശുഭം.